മതിയോ? ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഇന്ന് മാഡം 1 നമ്മളെല്ലാവരും കാത്തിരുന്ന വിഷുവാണ് ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതായിരുന്നു. അപ്പോൾ അതാ കണ്ണൊക്കെ കണ്ട് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞതാ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്കൊന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പീലിക്കുട്ടിക്ക് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചുമയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഭേദമായിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ ഞാനും കണ്ണേട്ടനും കുട്ടികളൊക്കെ പാടെ കൂടിയിട്ട് നമ്മൾ തൂത അമ്പലത്തേക്ക് പോവുകയാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൂത അമ്പലത്തിൽ പൂരം കൊടിയേറുന്ന ദിവസം കൂടെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തൂത അമ്പലത്തിൽ പോയിട്ട് തൊഴുകാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മുടെ കുടുംബക്ഷേത്രത്തിലും ഇന്ന് പൂജ ഉണ്ട്. അപ്പോൾ എന്തായാലും പൂരം കൊടിയേറ്റൊക്കെ അല്ലേ, അപ്പോൾ എന്തായാലും വിഷുവാണ്, തൂത പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണത്. ഇനിയിപ്പോൾ വന്നാൽ കഴിച്ചാൽ മതിയല്ലോ. വീഡിയോസിൽ ഞാനതൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറേ വാരി വലിച്ച് വീഡിയോ എടുത്തിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നതല്ലേ നല്ലത്. പിന്നെ രാവിലെ തിരക്ക് പിടിച്ച് കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ലേറ്റാവും. നമുക്ക് സാധാരണ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 മിനിറ്റ് വേണ്ടത് വീഡിയോ എടുത്തും കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20-30 മിനിറ്റൊക്കെ വേണ്ടി വരും. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പ്രസാദം വാങ്ങിക്കാനോ ഒക്കെ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് പുഴയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പുഴ, ദൂരമൊന്നുമില്ല. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്നവരുടെ ഒരു ബഹളമായിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പം. നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസ് നമ്മളും എടുത്ത്, ആ ഒരു ലക്ഷ്യത്തിനാണല്ലോ നമ്മൾ ഈ പുഴയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണ്. ഈ ഒരു സാരി ഞാൻ മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഞാനിതിൻ്റെ മുന്നേ റീൽസ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഞാനത് മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതൊരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ. ആ ഒരു ടൈമിൽ ഞാൻ അത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണ്. പിന്നെ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ട്രെൻഡിങ്. അപ്പോൾ ഞാൻ നോക്കിയത് വാങ്ങിച്ചും. കുറേ ആയി എനിക്ക് മേടിക്കണം എന്നുള്ളൊരു ഇത് കേട്ടോ. പിന്നെ ഇത് ഞാൻ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു റീൽസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. പുറത്തേക്കൊന്നും ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഞാൻ ഏതെടുക്കും, ഏത് സെറ്റും കൊണ്ട് എടുക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കണ്ണേട്ടനാ പറഞ്ഞത് ഇത് എടുത്തോ എന്നുള്ളത്. അപ്പം അങ്ങനെ എടുക്കാനും സുഖമാണ്, പെട്ടെന്ന് എടുത്ത് കഴിയും അവിടെ അങ്ങോട്ട് നിന്നോളും. അപ്പോൾ എന്തായാലും അതെടുത്തു. പിന്നെ നമ്മളങ്ങനെ വീട്ടിൽ പോകുമായിരുന്നു. പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നടന്നു പോകണമെന്ന് വാശി പിടിച്ചിട്ട് കണ്ണേട്ടനും തിരിച്ചും കൂടെ അങ്ങനെ കൈ പിടിച്ച് നടത്തിയായിരുന്നു കേട്ടോ. ആൾക്കാണെന്നുണ്ടെങ്കിൽ എടുക്കാനൊന്നും പറ്റില്ല, നടന്നിട്ടാൽ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ വാശിയാണ്. അപ്പോൾ അധികം നമ്മുടെ കയ്യിലൊന്നും ഇരിക്കില്ല കേട്ടോ. എവിടേക്കെങ്കിലുമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വേഗം താഴെ ഇറങ്ങിയിട്ട് നടക്കാൻ നോക്കും. ഇപ്പോൾ നടക്കുന്ന ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാ നമ്മളങ്ങനെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്ന വഴിയാണ് കൈനീട്ടമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ല, കണ്ണേട്ടന് ഞങ്ങൾക്ക് കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ അച്ഛനും അമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വന്നപ്പോൾ വരുമ്പോൾ പീലിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പീലിക്കുട്ടി നീറ്റതായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന വഴി ഒരു അടയൊക്കെ കഴിച്ചു. പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഞാൻ പിന്നെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ അത് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം സദ്യ കഴിച്ചപ്പോൾ തന്നെ വയറ് അത്യാവശ്യം ഫില്ലായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പായസം നമ്മൾ പിന്നെ കഴിക്കുകയാണ് കേട്ടോ. ഞാൻ പായസം പിന്നെ കഴിക്കുകയാണ്. പാലട പായസമായിരുന്നു കേട്ടോ. പായസം നല്ല മധുരമായിരുന്നു. അപ്പോൾ അടയൊക്കെ കഴിച്ചിട്ട് തന്നെ നല്ല മധുരമാണെന്ന് ഫുള്ള്. അപ്പോൾ ആ ഒരു മന്ദപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ 2 പപ്പടം കൂടെ ചേർത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മധുരം ബാലൻസ് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ പായസമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഉറങ്ങി. പിന്നെ നമ്മളിതാ വീട്ടിൽ പോവുകയാണ്. വെയിലൊക്കെ ഒന്ന് ആറട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ വീടിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ വിഷുവേല ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആയിട്ടുണ്ട് അതിനൊക്കെ പോയിട്ട്. അപ്പോൾ ഒന്ന് ശരി അതിനും കൂടെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അനിയത്തിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷത്തിൽ അവൾക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ നല്ല പൊലിവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗാണെന്നുണ്ടെങ്കിലോ കണ്ണേട്ടന് പൂരത്തിന് പോയിട്ട് വരുമ്പോൾ അവൾക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. എപ്പോഴും എൻ്റെ ബാഗ് എടുത്തിട്ട് ഇങ്ങനെ നടക്കും, എന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ ടാറ്റ കൊടുക്കും. അപ്പോൾ അത് കണ്ടിട്ട് കണ്ണേട്ടൻ പിന്നെ പൂരത്തിന് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു. ആൾക്കാണെന്നുണ്ടെങ്കിൽ അതും ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വലിയ ആളായ ഒരു ഭാവമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ബാഗൊക്കെ ഇട്ടിട്ട് രണ്ടാളും ഇറങ്ങിയിട്ടുണ്ട്.
പിന്നെ അങ്ങനെ നമ്മൾ എൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് നമ്മൾ വിഷുവേലയ്ക്ക് വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അതാ നമ്മളിങ്ങനെ റബ്ബർ കൂടെയൊക്കെയാണ് പോകുന്നത്. ഷോർട്ട് കട്ടാണ്. റോഡ് കൂടെ പോയാൽ കുറച്ചുകൂടെ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് പിടിക്കുകയാണ്. അപ്പോൾ അതാ കുട്ടീനൊക്കെ ഞാൻ അങ്ങോട്ട് വിട്ടു കൊടുത്തിട്ടുണ്ട്. നിശ്ചയിച്ചാണ് കുട്ടീനെ എടുക്കുന്നത്. അപ്പോൾ നിശ്ചയിച്ചുണ്ട്, ദീപെടുത്തമ്മ ഉണ്ട്, പിന്നെ ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ, സ്വത്ത് ആളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ സംസാരിച്ച് പോവുമായിരുന്നു. പിന്നെ കുഞ്ഞമ്മ വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവൾ പിന്നെ നേരെ അമ്പലത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേലയ്ക്ക് ഇങ്ങനെ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിങ്ങനെ എത്തിയപ്പോഴേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ അതാ അങ്ങനെ വേറെയും വേലകളൊക്കെ പാടെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ അനിയത്തി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അമ്പലത്തേക്ക് വേഗം പോയിട്ടുണ്ട്. വേലയുടെ കൂടെ പോകുന്നത് ടാസ്ക് ആയതുകൊണ്ട് പിലിക്കുട്ടീനെ എടുത്തിട്ട് പോകണമല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ നേരെ ഇതാ അമ്പലത്തേക്ക് പോവുകയാണ്. അമ്പലത്തിലെത്തി ആസ് യൂഷ്വൽ കച്ചവടക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പൊരിയും മുറുക്ക് പിന്നെ അങ്ങനെ ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉണ്ട്. വലിയ കച്ചവടമൊന്നുമില്ല. അങ്ങനെ വളമല അങ്ങനത്തെ സംഭവങ്ങളൊന്നും കുറയുന്നില്ല. 1-2 ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കിങ്ങനെ കുറേ കാണണം. അപ്പോഴാണ് എനിക്കിങ്ങനെ വാങ്ങിക്കലെടുത്ത് വരേണ്ടാവുള്ളൂ. അപ്പോൾ അത് ആ പീലിക്കുട്ടീനെ എടുത്തിട്ട് കുഞ്ഞായിട്ട് നടക്കുന്നുണ്ട്. പീലിക്കുട്ടീനെ എടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. പീലിക്കുട്ടി പോവാത്തതാണ് കേട്ടോ. 1-2 പേരെടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതാ പൂക്കാവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കൂടുതലും കാളയുടെ കൂടെ വന്നിട്ടുള്ളത് തമ്പോലം ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതുതന്നെയായിരുന്നു കൂടുതലും. ആ കൊട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അത് ചൂടാക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് അവിടെ അങ്ങനെ കണ്ടപ്പോൾ കുറേ പട്ടയൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ ചൂടാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്. വരുന്ന വഴികളിലൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ട് ചൂടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ചൂടായാൽ കൊട്ടാൻ പറ്റുമോ തോന്നുന്നു, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു. നമ്മളിതാ പീലിക്കുട്ടി ചെറുതായിട്ട് വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാനുള്ളൊരു ത്വര വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തണം എന്നാണ്. ഇവർക്കൊക്കെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര മടിയാണ് കേട്ടോ. ആ മുഖം കണ്ടറിയാം, വീഡിയോ എന്ന് പറയുമ്പോഴേക്കും മുഖമൊക്കെ മാറുന്നത്. എന്നാലും ഞാനെന്തോ വിടുന്നു. ഇതിനിടയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതാ 1 മുതൽ 10 വരെ ഒരുമിച്ച് പഠിച്ചതായിരുന്നു കേട്ടോ. രശ്മി അവളെന്നെ കണ്ടു. ഒരുപാട് സന്തോഷമായിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമായി. ഒരുപാട് നാളല്ല, ഒരുപാട് വർഷം തന്നെ വേണം പറയാനും. അപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തെങ്കിലും ഒരു സെൽഫി പോലും എടുക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ നമ്മൾ വേലയൊക്കെ കണ്ട് വേഗം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു വിഷു. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, ആസ് യൂഷ്വൽ സാധാരണ ഒരു വിഷു. അപ്പോൾ എന്തായാലും ഇത് കാണുമ്പോഴേക്കും വിഷു ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.